ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടി വി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാം. അപ്പോൾ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലോട്ട് നമ്മൾ എന്തെങ്കിലും തിന്നാണെന്ന് എത്തി വെക്കുമ്പോൾ നമുക്കിപ്പോൾ എനിക്ക് കിട്ടിയത് നെല്ലിക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടം. അപ്പോൾ ഗേൾസ് ഉച്ചയൊക്കെ ആയിട്ട് വെറുതെ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വല്ലതും നമുക്ക് വല്ലതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണിപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. സ്കെച്ച് പെൻ, ബ്രഷ് പെന്നാണേ. ബ്രഷ് പെന്ന് കൊണ്ട് നമുക്ക് വരയ്ക്കാം. നമുക്കിതിങ്ങനെ മിക്സൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുമാതിരി മിക്സ്ഡ് കളേഴ്സ് അങ്ങനത്തെ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിതായാലും പുറത്തോട്ട് എടുക്കാം. എനിക്കിങ്ങനെ കുഞ്ഞി പേപ്പേഴ്സിൽ പടം വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഈ കുഞ്ഞി പേപ്പേഴ്സിൽ വരയ്ക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ എഫോ ഇഷ്ടമാകും അതിന് കട്ട് ചെയ്തെടുക്കട്ടെ, സ്ക്വയർ ഷേപ്പ്. അപ്പം നമുക്കൊരു ഗാർഡൻ സെറ്റാക്കാം ഗൈസ്. ഇവിടെ ഞാൻ പുല്ല് മാതിരി വരച്ചു കൊടുക്കുകയാണ്. നമുക്കവിടെ കളർ ചെയ്ത് കൊടുക്കാം ജസ്റ്റ്. അത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുമായി ഈ ഒരു സൈഡിൽ ഇവിടെ കൊണ്ട് നമുക്ക് വരച്ചു കൊടുക്കാം. രണ്ടും സെയിം ആവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് സെയിം ആവും അല്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര വരച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ വരച്ചെന്ന് വെച്ചാൽ ഇവിടെ പുല്ല് മാത്രം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം മിക്സ്ഡായിട്ടൊരു ലൈറ്റ് ഗ്രീനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സണ്ണ് ഒരു ഉദിച്ചിരുന്ന ഇതിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കാക്ക പറന്നു നോട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ മേഘം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അത് ഇഷ്ടമായി. ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. ഇഷ്ടമില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് വല്ലതും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. ഇത് ചെയ്യണമെന്ന് എനിക്കൊരു ഇല്ല. പിന്നെ ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലവേഴ്സാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതെന്താണെന്ന് എനിക്കറിയാം. പിന്നെ ഈ ഒരു പർപ്പിൾ വെച്ചിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ഫ്ലവേഴ്സും കൂടി എടുക്കാം. പർപ്പിളും കൂടി ഒരു നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഒതുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ ഞാൻ ഇത് വരച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒട്ടിച്ചൊക്കെ കിട്ടാം. കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ നമുക്ക് കവായി സ്റ്റിക്കേഴ്സില്ലേ ഗേസ്, അതിന് നമുക്ക് കുറച്ച് കുഞ്ഞിതെല്ലാം കീറെടുക്കാം ക്യൂട്ടായിട്ട്. അപ്പോൾ ഗേസ് ഞാൻ കീറെടുക്കുന്നത് ഹാപ്പി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറാണ് കീറെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗേസ് ഈ സ്റ്റിക്കർ ഞാൻ കീറെടുത്തിട്ടുണ്ട്. നമുക്കിത് എവിടെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. യെസ്, അത് ഞാൻ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈ സൺസെറ്റ് വരുമ്പോൾ ഒരു പാട്ട് പാടുന്ന ഒരു ഇതില്ലേ ഗൈസ്, ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചതാണ്. അപ്പോൾ മനസ്സിലാവും. ഈ ഒരു സാധനം പാട്ട് കേൾക്കണമായ സാധനം അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാതെ നമുക്ക് ഒട്ടിച്ചേക്കാം. പിന്നെ ഞാൻ ഒട്ടിച്ചേക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ടെഡീസും അതുപോലെ ഒരു സാധനം കിട്ടും. അപ്പോൾ അതും ഞാൻ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഒട്ടിച്ചെടുക്കും. ഇത്രയൊക്കെയാണ് ഒട്ടിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ടയർഡായിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. ഞാൻ പുറത്തോട്ടായിട്ട് പോയാണ്. നല്ല വീട് കിട്ടും. എനിക്ക് കാണുമെന്ന് അറിയാൻ പാടില്ല. ഗൈസ്, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചെരുപ്പിടാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ ചാമ്പക്ക ഉണ്ടോ എന്ന് നോക്കാം.
കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കതൊക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ 2 ചാമ്പക്ക കണ്ടു, അത് 2 നമുക്ക് പറിക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി ഞാൻ 2 ചാമ്പക്ക പറിച്ചിട്ടുണ്ട്. ആ 2 കാണുന്നത് കേട്ടോണ്. നമുക്ക് 2 അഡ്ജസ്റ്റ് ചെയ്യാം. അത് കൈയെടുത്തണ്ടേ. ഗൈസ് നല്ല ചുമന്നതാണ് കേട്ടോ. ടേസ്റ്റ് ഗൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ചുമപ്പുണ്ട് കേട്ടോ. ഇനി അവിടെ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് നല്ല ദാഹമുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ അത് ശരിയല്ല. നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നാരങ്ങ വെള്ളത്തിന് വേണ്ടി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാണ്ട്. അപ്പോൾ നമുക്കൊരു നാരങ്ങ മതി. ഗൈസ് ഗ്ലാസ് ഉണ്ട് കേട്ടോ അവിടെ, നമുക്ക് കാണാൻ പറ്റില്ലേ. അപ്പോൾ ഗൈസ് ഗ്ലാസ്സിൽ നാരങ്ങയുണ്ട്, നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാവേ. രണ്ട് പീസ് നമുക്ക് ഇതിലോട്ട് വെച്ച് നോക്കാം. ഗൈസ് ഇത് പിന്നെടുക്കാൻ കുറച്ച് സമയം പിടിക്കാം, നമുക്ക് പിന്നെടുത്തിരിക്കണം. അപ്പോൾ ഗൈസ് നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്ര നീരാണ് ഇട്ടിട്ട് നമുക്ക് വെള്ളം കൊടുക്കാം. അപ്പോൾ ഗൈസ് നല്ല തണുത്ത വെള്ളം ഇട്ടത് നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ. പിന്നെ ഗൈസ് ഇതിലോട്ടോട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അങ്ങനെ കൊടുക്കാം. ഞാൻ കുറച്ചധികം ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഫൈനലി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങൾ നമുക്ക് എടുത്ത് കുടിക്കാൻ നോക്കാം. ഗൈസ് നമ്മുടെ ക്യാമറ എടുക്കാം. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാമറ ഞാൻ ഒരു സൈഡിലാണ് വെക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്താണ് ടേസ്റ്റ് വെക്കുന്നത്. മറിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. നമുക്ക് കുടിച്ചേർക്കാം. ഗൈസ് നമ്മൾ നാരങ്ങ കുടിച്ചിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുടിച്ചതിൻ്റെ അപ്പം വെള്ളം കുടിക്കാൻ കൂടി വെള്ളം കൊണ്ട് കുടിക്കാം. ഇപ്പം എല്ലാം വയറൊക്കെ ഫില്ലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വയറൊക്കെ ഫില്ലായി. നമുക്ക് വാർക്കമോളി പോകാൻ തോന്നി. അപ്പം വാർക്കമോളോട്ട് പോവാം. വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മര്യാദക്ക് വീഡിയോ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അറിയാൻ പാടില്ല കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഇവിടെ നമ്മൾ വാർക്കമോളിൽ എത്തി ഗൈസ്. നല്ല പൊരിഞ്ഞ വെയിൽ. എനിക്കൊരു ക്യാമറ വരെ കാണാൻ പറ്റില്ല കേട്ടോ. എന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ, കണ്ടോ. സോ ഗൈസ് ഉച്ചയല്ലേ, അപ്പോൾ നല്ല വെയിലുണ്ടാവും. സോ ഗൈസ് ഇവിടെ ഈ ഒരു
തിന്നുണ്ട്. തിന്നി കയറി നമുക്കൊന്ന് ഇരിക്കാം. സോ ഗൈസ്, ഞാൻ ഈ തിണ്ടുമ്മ കയറി ഇരുന്ന് കാണാൻ പറ്റാന്ന് അറിയാൻ പാടാട്ടോ. നല്ല കാറ്റുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നല്ല പൊള്ളലും കൂടി ഉണ്ട്. സഹിക്കാൻ പറ്റുള്ള കുറച്ചുകൂടി ഇറങ്ങാം. അല്ല ഗേസ്. അപ്പോൾ ഗേസ് ഇവിടെ ഒരു പുളിമരമുണ്ട് ഗേസ്. പുളിമരമാണെങ്കിൽ കുറച്ച് തണലുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്തായിട്ട് ഗേസ്, കുറച്ച് തണലുണ്ട്. ഇവിടെ പുളിയുണ്ട് ഗേസ്. നമുക്ക് ആ പുളി പറിക്കാം. നമുക്ക് വീഡിയോ ഓഫ് ചെയ്താൽ മാത്രം പറിക്കാൻ പറ്റുള്ളൂ, പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഗേസ് കഷ്ടപ്പാടിട്ടത് ഇതിൻ്റെ ഒരു കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയത് ഒരു പുളി പറിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗേസ് നല്ല പുളിയാണ് കേട്ടോ. തിന്നാൻ പറ്റില്ല, പക്ഷേ കളഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴ്ത്തോട്ടോ. അപ്പോൾ ഗേസ് ഞാൻ ബാക്ക് വശത്തോട്ട് വന്നൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇനി പിന്നെന്താണ് എനിക്കിത് മര്യാദ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗേസ് കാണിച്ചത് ഗേസ് ഇവിടുത്തെ നിറച്ച് പുളിമരം കേട്ടോ. പക്ഷേ ഒരു പുളിപ്പാണ് ഗേസ് പുളിമരത്തിന്. എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അടുത്ത് കണ്ടിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അകത്തോട്ട് വന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ബാക്ക് വശത്തൊക്കെ പോയി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇനി എനിക്ക് എന്തായാലും എനിക്കറിയാം, വളരെ പിടിയില്ല. അതൊന്നും ചെയ്യാം. ടൈം സ്പെൻഡിങ് ആണ്. അപ്പോൾ 4:30 ആകുമ്പോൾ നമുക്ക് കളിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ല ഗൈസ്. കളിക്കാൻ പോകണം. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എൻ്റെ ഡയറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഡയറി എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. ഗൈസ് ഇതാണ് ഡയറി. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു യൂണിക്കോണിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം ഗേസ്. ഇതെന്താണെന്ന് അറിയോ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഗേസ് മയിൽപ്പീലി. നല്ല ഭംഗിയുള്ള ഒരു മയിൽപ്പീലിയാണ് കേട്ടോ. ഇത് എനിക്ക് വാപ്പി എന്നാണ് കേട്ടോ. നല്ല അടിപൊളി മയിൽപ്പീലിയാണ്. വാപ്പയുടെ പേപ്പർ വെച്ചാൽ നല്ല അടിപൊളി മയിൽപ്പീലിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചിലവർക്കറിയായിരിക്കും, ഇത് നമ്മുടെ ബുക്കിൽ അടിച്ചു വെച്ചാൽ ഇത് കുഞ്ഞുണ്ടാവും. അപ്പോൾ ഞാൻ എത്ര ദിവസമായി അടിച്ചിട്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ടുള്ള അടിച്ചു വെച്ചിട്ട് കുറേ ദിവസം അടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മയിൽപ്പീലിയാണ്. ഇത് ഞാൻ അതുകൊണ്ടാണ് അവിടെ ഒരു വള്ളി അതിൽ കണ്ടത്. നമുക്കിത് അടിച്ചു വെക്കാം. ഡയറിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വേണമെന്നില്ല. കുറച്ച് പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കണ്ടത്. ഇത് വെറുതെ അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ ഫ്രീ പീരീഡൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്ന സാധനം. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ല കേട്ടോ. അത് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു കുഞ്ഞ് ബുക്കുണ്ട്, ഈ ക്യൂട്ട് ബുക്ക്. നല്ല ഭംഗിയാണ്. നമുക്കുള്ളത് എഴുതാം. അങ്ങനെ കുറേ ബുക്കുണ്ട്. പിന്നെ കുറേ ഈ ARM-ലും പിന്നെ അങ്ങനത്തെ കുറേ കനവേ, ജൂപ്പിറ്റർ, തട്ടത്തിൽ അങ്ങനത്തെ കുറേ സോങ്സ് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഇംഗ്ലീഷ് സോങ് എന്ന് പറയാം. ഇംഗ്ലീഷൊക്കെ മലയാളമാണെന്ന് തോന്നുന്നത്. തേരേ തേമേ സോങ്. അതായത് തേരേ തേമേ വാലിരവാൻ. ആ സോങ്ങാണ് ഞാൻ ഇത് എഴുതിച്ചിട്ടുണ്ട്. ബ്ലാക്കും ബ്ലൂവും തീമിൽ എഴുതിച്ചിട്ട്. പിന്നെ മലയാളി സോങ് ഇല്ലേ ഗീസ്, മലയാളി സോങ് അതിന് പകുതി ഇപ്പോൾ കുറേ എഴുതാറുണ്ട്. നമുക്ക് വല്ലപ്പോഴും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എഴുതാറാണ്. ഇവിടെയും വരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം മനസ്സിലാവും. ഇവിടെയും വരെ ഇതേ മഞ്ചത്താക്കല്ലേ നീ മഞ്ച് പറിക്കല്ലേ, കണ്ണോരൊരു കായും വെച്ച് ബേജാറാക്കല്ലേ. അവിടെ വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇനി കുറേ പാട്ടുകളൊക്കെ എഴുതാണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ബോറടിച്ചിരിക്കുന്നുണ്ട് ഗീസ്. അപ്പോൾ ഗീസ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഞാൻ ഒരു ഇതിലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ കാണത് ഇതിൻ്റെ ഉള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക്
ഇതിൽ കുറച്ചധികം ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഒട്ടിച്ചൊക്കെ വെച്ച് മീൻസ് ഇതൊരു ഫ്ലവേഴ്സിൻ്റെ ഇതൊരു പൊന്നൂന്ന് എഴുതിയില്ലേ മീൻസ് പൊന്നൂന്ന് എഴുതിയൊരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഹോം മെയ്ഡായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊരു വീടിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒട്ടിച്ചിട്ട് കളച്ച് തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മരമില്ലേ മരം, പിന്നെ ഒരു സ്ട്രോബെറീൻ്റെ ഒക്കെ ഉണ്ട്. റെയിൻബോയുടെ ഉണ്ട് കേട്ടോ, കണ്ടത് റെയിൻബോയുടെ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് വേറെ പോലെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. മൈപ്പിങ് ഇങ്ങനെ മൈപ്പിങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ചിലവുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയാൻ പാടില്ല, ഒടിഞ്ഞതായിരിക്കും തോന്നണം. നമുക്ക് വേറെ എല്ലാം കാണിച്ചു തരാൻ പറ്റും, കാണിച്ചു തരാം. പിന്നെ ഗേസ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല ഗേസ്. ഈ ഒരു സാധനമാണ്. ഇതെന്താണെന്ന് പറയും ഗേസ്, ഇതെന്ന് പറയുന്നത് മറ്റേ ഗേസ് ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയൊരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ലിപ് ബാമാണ്. നല്ല അടിപൊളി സക്സസ് ആയിട്ടുള്ള ലിപ് ബാമാണ്. അപ്പോൾ ഈ ഒരു പെട്ടിനകത്താണ് എത്തിച്ചത്. ബീറ്റ്റൂട്ട് ലിപ് ബാമാണ് കേട്ടോ. നല്ല അടിപൊളി കളേഴ്സ് കിട്ടും കേട്ടോ. അതിൻ്റെ ഒപ്പം ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. ബ്രഷും കൂടെ അത് തേക്കാം. നമുക്ക് തേച്ച് വെച്ചത് ഇതൊരു ബീറ്റ്റൂട്ട് ലിപ് ബാമാണ്. അടിപൊളിയാണ്. പക്ഷേ എനിക്കിത് അത്ര യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഒരു കുഞ്ഞി ഡെപ്പയിലാക്കിയിട്ട് വെച്ചാൽ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ഫ്രീസറിൽ വെച്ച് പിന്നെ ഞാൻ അടുത്തിവിടെ ഒരു ഇതുണ്ട് വലിപ്പുണ്ട്. ആ വലിപ്പിലോട്ട് വെച്ചാൽ വലിപ്പ് കാണിച്ച റൈസ് നല്ല അടിപൊളിയാണ്. മിക്ക ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മിക്ക ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. ഞാൻ എനിക്ക് ലൈറ്റ് ഇടാവേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുള്ളൂ. തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വലിപ്പം കിട്ടും. ഈ വലിപ്പിനകത്താണ് മിക്ക സാധനങ്ങൾ ഞങ്ങൾ വെക്കാറ്. ഞാൻ തുടച്ചതായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ചുവയുണ്ട് കേട്ടോ. ഗീസ് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ ഗീസ് ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയിരിക്കാണ്. അപ്പോൾ 3:15 4:30 നമ്മൾ പോകേണ്ട ദർശനം റെഡി ആയിക്കാം. ഗീസ് ഞാൻ മുടി അയക്കട്ടെ കേട്ടോ. ആദ്യം മുടി വെച്ച് ജസ്റ്റ് കെട്ടുന്നുണ്ട് കേട്ടോ. ക്രാബ് വെച്ചിട്ട് അപ്പോൾ ഗൈസ് ഈ ഒരു വലിപ്പിൻ്റെ മുകളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. പുറത്തും ജസ്റ്റ് കണ്ണെഴുതും കേട്ടോ. നമുക്ക് കണ്ണെഴുതാം. പൗഡർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കാൻ മറന്നു ഇതാണ് പൗഡർ ഇട്ടുണ്ട്. നമുക്ക് പിരുക എഴുതാം ഗൈസ്. പിരിക്കം ഞാൻ വല്ലപ്പോഴാണ് പിരുക എഴുതാറ്, എല്ലാ സമയത്ത് എഴുതൂല. ഞാൻ പെർഫെക്റ്റ് ബ്രോ എന്ന് പറഞ്ഞൊരു ഇത് വെച്ചാണ് ഞാൻ പിരുക എഴുതാറ്. മീൻസ് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട്. എനിക്ക് ലൈറ്റാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ലൈറ്റ് എടുത്തിട്ട് എഴുതാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. മീൻസ് ഞാൻ ലൈറ്റായിട്ടിട്ടുള്ളൂ, എനിക്ക് ഡാർക്ക് ഇഷ്ടമല്ല. ഓൾറെഡി എനിക്ക് നല്ല പിരിവുണ്ട്. അപ്പോൾ വെറുതെ എനിക്ക് എഴുതാൻ തോന്നുമ്പോൾ ഞാൻ എഴുതും, അല്ലെങ്കിൽ എഴുതില്ല.
ഗൈസ് നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണെഴുതാം ഗൈസ്. കണ്ണെഴുതാൻ പോണേന് ഐലൈനർ എടുക്കാം. കണ്ണിൽ വാല് മാത്രം ഇതിന് മുഴുവൻ എഴുതുന്നു നല്ല സംശയമുണ്ട്. ഉള്ള സ്ഥിതിക്ക് നമുക്ക് മുഴുവൻ എഴുതാം. ഗീസ് കറക്റ്റായിട്ട് വന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട്, കണ്ണാടി ഉണ്ട് കേട്ടോ. കറക്റ്റാണ് നോക്കണേ. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് മസ്കാര ഞാൻ വല്ലപ്പോഴാണ് ഇട്ടുള്ളത്, പക്ഷെ ഇപ്പം ഇട്ടുപോലും എവിടെയും പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് വേറെ എവിടെയും പോകുമ്പോഴും ഇപ്പം കളിക്കാനേ അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ഒരു ലിപ് ബാം തീരാറായിക്കൊണ്ട് താന്നാന്ന് പറഞ്ഞേ. ഞാൻ ലിപ് ബാം ഇട്ടെടുത്തു. ഇനി നമ്മുടെ മുടി അങ്ങനെ കെട്ടണം. നല്ല കൺഫ്യൂഷൻ കേട്ടോ. എല്ലാവർക്കും നോക്കാം. ചീസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ഞാൻ എപ്പോഴും കെട്ടിക്കൊണ്ട് പോകുന്നത് ഹെയർ സ്റ്റൈലാണ്. പക്ഷെ ഇതിപ്പോൾ കെട്ടണ്ട ഗൈസ്, കളിക്കാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കളിക്കുമ്പോൾ ചൂട് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് പോണിയിട്ടാൽ തന്നെ ഇട്ടാൽ മതി. ഞാൻ ഗൈസ് ഞാൻ മുടി ജസ്റ്റ് പോണിയിട്ടായിട്ട് നേരിട്ടാണുള്ളത്. പിന്നെ ഒരു സ്ലൈഡ് ഉണ്ട്. സ്ലൈഡ് വെച്ചിട്ട് മുടി ഫ്രണ്ടിലോട്ട് ഇടയ്ക്ക് കളിക്കുമ്പോൾ മുടി ഫ്രണ്ടിലോട്ട് വരും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഫ്രണ്ടിലോട്ട് അത് നമുക്ക് ജസ്റ്റ് മുടിയിടാം. ഒരെണ്ണോ രണ്ട് മൂന്നാ സാധാ സ്ലൈഡ് എടുത്താൽ അവിടെ ബാക്കി ഹെയർസ് വരും കേട്ടോ. സോ ഗൈസ് ഫൈനലി ഞാൻ റെഡിയായി. സോ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ പോണേനപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് വരണേ. ബൈ ബൈ.